പ്രകൃതി, ലിംഗനീതി, മതനിരപേക്ഷത എന്നീ ആശയങ്ങൾ മുന്നോട്ടുവെച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള നവകേരള സാംസ്കാരിക യാത്രയ്ക്ക് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. നാടുവാഴിത്തത്തിനും ജന്മിത്തത്തിനും രാജഭരണത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജാതി ജീർണതക്കും എതിരെയുള്ള പോരാട്ടങ്ങളെ ഉജ്ജ്വലമായ സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് ശ്രദ്ധേയമാക്കിയിട്ടുണ്ട് ജീവൽ സാഹിത്യത്തിൻ്റെ ഘട്ടം. സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രകാശനത്തിനും പ്രചാരണത്തിനും ആക്കം പകരുന്ന ഒട്ടേറെ സൃഷ്ടികൾ കൊണ്ട് ശ്രദ്ധേയമായതാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഘട്ടം. വിമോചന സമരം കേരളത്തിലെ സാഹിത്യ ചരിത്രത്തിലെ ഒരു ഘട്ടമാണ്. സാമൂഹ്യപരതയിൽ നിന്ന് വൈയക്തികതയിലേക്ക് സാഹിത്യം ഒതുങ്ങിപ്പോയ ഒരു ഘട്ടത്തിന് പിന്നാലെയാണ് വിമോചന സമരമുണ്ടാകുന്നത്. വിമോചന സമരത്തിന് ശേഷമുള്ള ഘട്ടത്തിലും സാമൂഹികക്ക് മേലെയുള്ള വൈയക്തികതയുടെ ഈ ആധിപത്യം നിലനിന്നു. ഇതിനെ അതിശക്തമായി നേരിട്ടുകൊണ്ട് സാഹിത്യത്തിൻ്റെ സാമൂഹിക പ്രസക്തിക്ക് അടിവരയിട്ടു എന്താണ് ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം. അമിതാധികാര സ്വച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരായുള്ള അമർഷത്തിൻ്റെ കഥകളും കവിതകളും കൊണ്ട് ചരിത്രത്തിൽ പങ്കുവഹിച്ചിരുന്നു ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ ഘട്ടം. ജനജീവിതം ദുരിതമയമാക്കുന്ന ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങളെ തുരിപ്പിക്കുന്ന തരത്തിലുള്ള സാഹിത്യ സംഭാവനകൾ കൊണ്ട് നിർണായകമായതാണ് പുരോഗമന കലാസാഹിത്യത്തിൻ്റെ വർത്തമാനഘട്ടം. ഇങ്ങനെ നോക്കുമ്പോൾ ആധുനിക കേരള ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആ ഘട്ടത്തിൻ്റെ സവിശേഷമായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക അവസ്ഥകളെ പ്രതിഫലിപ്പിച്ചുകൊണ്ടും പരിവർത്തിപ്പിച്ചുകൊണ്ടും മുൻപോട്ട് പോയ ചരിത്രമാണ് ഈ പ്രസ്ഥാനത്തിന് ഉള്ളതെന്ന് കാണാനാകും. രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് മുൻപേ നടന്ന ചരിത്രം പോലും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനുണ്ട് എന്നതാണ് സത്യം. 1935 AKGയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പട്ടിണി ജാഥ. എന്നാൽ പട്ടിണി, ചൂഷണം, അസമത്വം എന്നിവയൊക്കെ വിഷയമാക്കുന്ന കവിത 1929 അതായത് പട്ടിണി ജാഥക്കും 6 വർഷം മുൻപ് തന്നെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. വെള്ളത്തോളിൻ്റെ മാപ്പ് എന്ന കവിത. പാപങ്ങൾ തൻ പ്രാണമരുത്തു വേണം പാപപ്രഭുക്കൾക്കിഹ പങ്കവീശാൻ എന്ന വരികൾ വള്ളത്തോൾ അന്ന് എഴുതിയതോടെയാണ് സാമ്പത്തിക അസമത്വത്തിൻ്റെ, ദുഷ്ടമായ ചൂഷണത്തിൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ ആദ്യമായി കവിതയിലേക്ക് കടന്നു വന്നത് എന്ന് പറയാം. സത്യത്തിൽ അത് മലയാള സാഹിത്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. അതുവരെ സാമുദായികമായ ഉച്ചനീചത്വങ്ങളെ മാത്രം പ്രതിഫലിപ്പിച്ചുകൊണ്ടിരുന്ന മലയാള കവിത അതാദ്യമായാണ് സാമ്പത്തിക ഉച്ചനീചത്വങ്ങളെ പ്രതിഫലിപ്പിച്ചു തുടങ്ങിയത്. വള്ളത്തോൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, ഗാന്ധിയനായിരുന്നെങ്കിലും പുരോഗമന സാഹിത്യത്തിൻ്റെ പക്ഷത്തായിരുന്നു വള്ളത്തോൾ.
ആ പുരോഗമന സാഹിത്യ പക്ഷത്തിൻ്റെ സ്വാധീനമാണ് വെള്ളത്തോളിനെ കൊണ്ട് മാപ്പ് പോലുള്ള ഒരു കവിത എഴുതിച്ചത് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നാലോചിക്കണം. 1917 ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ വിജയം, ആ വിപ്ലവം ഉയർത്തിവിട്ട സമഭാവനയുടേതായ സന്ദേശം സാംസ്കാരിക രംഗത്ത് അതിശക്തമായി പടർത്തിയത് ജീവൽ സാഹിത്യ പ്രസ്ഥാനവും പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും ഒക്കെയാണ്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് 1929 വെള്ളത്തോൾ നേരത്തെ പറഞ്ഞ കവിത എഴുതുന്നത്. മലയാള കവിതയിൽ ആദ്യമായി വർഗവൈരുദ്ധ്യം പ്രകാശിച്ചത് അങ്ങനെയാണ്. ചൂഷകൻ, ചൂഷിതൻ എന്നിങ്ങനെ സമൂഹത്തിൽ വേർതിരിവുണ്ട് എന്നും എല്ലാവരും ഒരുപോലെയല്ല എന്നും ആദ്യമായി പറഞ്ഞ മലയാള കവിത മാപ്പ് തന്നെയാണ്. സാമുദായികമായി ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കുന്നിടത്തായി പരിമിതപ്പെട്ടു നിന്നിരുന്ന നമ്മുടെ നവോത്ഥാന നീക്കങ്ങളെ സാമ്പത്തിക ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ ഉള്ളടക്കം കൊടുത്ത് വളർത്തിയത് ഇടതുപക്ഷ ചിന്തയും പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും ഒക്കെയാണ്. അതിൻ്റെ ഓരം ചേർന്ന് സഞ്ചരിച്ചതുകൊണ്ടുകൂടിയാണ് വെള്ളത്തോളിന് അങ്ങനൊരു കവിത അന്ന് എഴുതാൻ കഴിഞ്ഞത്. കവിത കാലത്തിൻ്റെ ഉൽപ്പന്നമാവുകയായിരുന്നു. പണിയെടുക്കുന്നവനോടുള്ള അനുകമ്പയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സാഹിത്യം പിന്നീട് ഇങ്ങോട്ട് പണിയെടുക്കുന്നവരെ ചരിത്രത്തിൻ്റെ പോരാട്ട നായകരാക്കി അവതരിപ്പിച്ചു തുടങ്ങി. തകഴിയുടെ രണ്ടിടങ്ങളിലും മറ്റും നാം കാണുന്നത് അതാണ്. പാലാട്ടുകോമൻ്റെ അവദാനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് പണിയെടുക്കുന്ന തൊഴിലാളികളെ നോക്കി യഥാർത്ഥത്തിൽ വാഴ്ത്തേണ്ടത് ഈ തൊഴിലാളികളുടെ അവദാനങ്ങളാണെന്ന് 1936 പടയാളികൾ എന്ന കവിതയിലൂടെ വൈലോപ്പിള്ളി പറഞ്ഞതും ഈ മാറ്റത്തെ തന്നെ അടയാളപ്പെടുത്തുന്നു. അന്ന് ഇങ്ങനെ പറഞ്ഞ, അതിലുപരി തൊഴിലാളിയെ ചരിത്രത്തിൻ്റെ പതാകവാഹനായി അവരോധിച്ച ഇതേ വൈലോപ്പിള്ളി തന്നെയാണ് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ പുരോഗമന കലാസാഹിത്യ സംഘമായി വിപുലീകൃതമായപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായത് എന്നത് ചരിത്രത്തിൻ്റെ സ്വാഭാവികമായ വികാസത്തെ കുറിക്കുന്നു. പുരോഗമനത്തിൻ്റെ പക്ഷത്ത് ഒരു മടിയും കൂടാതെ, ഒരു ചാഞ്ചല്യവും കൂടാതെ ഉറച്ചു നിന്ന കവിയാണ് വൈലോപ്പിള്ളി. മർത്യസൗന്ദര്യ ബോധങ്ങൾ പെറ്റ മക്കളല്ലീ പുരോഗമനങ്ങൾ എന്നാണ് അദ്ദേഹം എഴുതിയത്. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ 3 ഘടകങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്: സാമൂഹ്യബോധം, രാഷ്ട്രീയബോധം, സാഹിത്യബോധം എന്നിവയാണവ. സാമൂഹ്യബോധത്തെയും രാഷ്ട്രീയബോധത്തെയും സാഹിത്യബോധത്തിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് പുതിയൊരു കാലവും പുതിയൊരു സാഹിത്യവും പുതിയൊരു കേരളവും രൂപപ്പെടുത്തി പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. ഈ യാത്രയിൽ കാലത്തെ മുന്നോട്ട് നയിക്കുന്ന എത്രയോ കൃതികളുണ്ടായിട്ടുണ്ട്. മറക്കുടക്കുള്ളിലെ മഹാനരകം, അടുക്കളയിൽ നരകത്തേക്ക്, ഋതുമതി, അഗ്നിസാക്ഷി, തൊഴിൽ കേന്ദ്രത്തിലേക്ക് തുടങ്ങിയ കൃതികൾ ബ്രാഹ്മണ സമുദായത്തിലെ നവീകരണത്തിന് നിർണായകമായി. ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ തുടങ്ങിയ കൃതികൾ ജാതീയമായ വിവേചനത്തിനും ഉച്ചനീചത്വത്തിനും എതിരായുള്ള മാനുഷിക സത്തയെ ഉയർത്തിക്കാട്ടി. പാട്ടബാക്കിയും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും പോലുള്ളവ സാമ്പത്തിക ഉച്ചനീചത്വങ്ങളുടെയും ചൂഷണങ്ങളുടെയും അവസാനത്തിനു വേണ്ടിയുള്ള പോരാട്ട വിളംബരങ്ങളായി.
ഇങ്ങനെ സാമുദായികവും സാമ്പത്തികവുമായ വിവേചനങ്ങളും ഉച്ചനീചത്വങ്ങളും അവസാനിപ്പിക്കുന്നതിനു വേണ്ട പോരാട്ടങ്ങളിൽ അണിനിരക്കാൻ പാകത്തിൽ ജനങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ അത്യന്തം ശ്രദ്ധേയമായ പങ്കാണ് 1937 രൂപപ്പെട്ട ജീവൽ സാഹിത്യ പ്രസ്ഥാനം തൊട്ട് ഇന്നും നിലനിൽക്കുന്ന പുരോഗമന കലാസാഹിത്യ സംഘം വരെ വഹിച്ചത്. കേരളം ഇന്ന് സവിശേഷമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നാം നേടിയ എല്ലാ നവോത്ഥാന മൂല്യങ്ങൾക്കും നേർക്ക് അത്യന്തം ഹീനമായ പ്രതിലോമപരതയുടെ പ്രത്യാക്രമണം നടക്കുന്നു. മനുഷ്യത്വത്തിന് നേർക്ക് ആക്രമണം നടക്കുന്നു. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കൊളുത്തിയ ദീപങ്ങൾ ഒന്നൊന്നായി തല്ലിക്കെടുത്തുന്നു. മനുഷ്യനെ മനുഷ്യനെതിരെ തിരിക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള കള്ളികൾ, പ്രത്യേക അറകൾ തീർക്കുന്നു. നാം തുടച്ചു നീക്കിയെന്ന് കരുതിയ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കൂടുതൽ ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരുന്നു. സ്ത്രീ വിരുദ്ധത വിദ്വേഷമായി പടർത്തുന്നു. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ മുൻപ് ഓരോ നിർണായക ഘട്ടത്തിലും ഇടപെട്ടതുപോലെ ഇടപെടാൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിന് ചുമതലയുണ്ട്. ജീവൽ സാഹിത്യ സംഘം തൊട്ടുള്ളവയുടെ സത്പാരമ്പര്യം പുരോഗമന കലാസാഹിത്യ സംഘത്തോട് പുതിയ കാലഘട്ടത്തിൻ്റെ പോരാട്ടം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ആ മഹത്തായ ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. അത് നല്ല കാര്യമാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നവകേരള സാംസ്കാരിക യാത്ര ഈ തരത്തിലാണ് നമ്മുടെ നാട് സ്വീകരിക്കുക. അന്ധകാരങ്ങളെ വകഞ്ഞുമാറ്റി നവോത്ഥാനത്തിൻ്റെ ദീപ്തി പടർത്താനും അങ്ങനെ മനുഷ്യ മനസ്സുകളിൽ മാനുഷസത്ത നിറക്കാനും നിങ്ങളുടെ ഈ സംരംഭത്തിന് കഴിയട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ വലിയ പങ്കുവഹിച്ച ചരിത്രമാണ് നവോത്ഥാനത്തിനുള്ളത്. ജന്മിത്വ കാലഘട്ടത്തിലെ സാമൂഹ്യ നീതികൾക്കെതിരായ പോരാട്ടമെന്ന നിലയിലാണ് നവോത്ഥാനം ഉയർന്നു വന്നത്. ആ സമരങ്ങൾ ആദ്യഘട്ടത്തിൽ വിപുലമായ പ്രസ്ഥാനം എന്ന നിലയിൽ രൂപപ്പെട്ടു വന്ന ഒന്നായിരുന്നില്ല. വ്യക്തിപരമായ ചെറുത്തുനിൽപ്പുകളിൽ നിന്ന് ജനകീയ പ്രസ്ഥാനമായി ഉയർന്നു വന്നതായിരുന്നു നവോത്ഥാന മുന്നേറ്റങ്ങൾ. ഒറ്റപ്പെട്ട അത്തരം ചെറുത്തുനിൽപ്പുകൾ കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് മെല്ലെ മെല്ലെ പറന്നു മുന്നേറുന്നതിൻ്റെ ചിത്രങ്ങളാണ് കേരള സമൂഹ ചരിത്രത്തിൻ്റെ ഘട്ടങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തെ ഏറ്റവും നല്ല രീതിയിൽ നാടിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. എന്നാൽ അതിനു മുൻപേ തന്നെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായുള്ള ചില ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ അയ്യാ വൈകുണ്ഠനെ പോലെയുള്ളവർ ജാതീയതക്കെതിരെയുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ആലപ്പുഴയിൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരെ പോലുള്ളവർ തൻ്റെ പ്രദേശത്തെ ശിവക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചതിന് പ്രതിഷേധിച്ചുകൊണ്ട് 1885 സ്വന്തമായൊരു ക്ഷേത്രം തന്നെ പണിയുന്ന നിലയുണ്ടായി. അദ്ദേഹത്തെയാണ് പിന്നീട് ജാതി മേധാവികളുടെ ഗൂഢാലോചനയുടെ ഭാഗമായി കൊലപ്പെടുത്തുന്ന നിലയുണ്ടായത്. ചട്ടമ്പിസ്വാമികൾ, അയ്യങ്കാളി ഇങ്ങനെയുള്ളവർ നവോത്ഥാന നായകരായി
വലിയ സംഭാവന നൽകിയവരാണ്. എന്നാൽ ശ്രീനാരായണ ഗുരു നമ്മുടെ സംസ്ഥാനത്താകമാനം ഈ സന്ദേശം വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തു. മാത്രമല്ല, സംഘടിച്ച് ശക്തമാകാൻ സഹായിക്കും വിധം വിവിധ സംഘടനകളും ഈ ഘട്ടത്തിൽ സമാന്തരമായി ഉയർന്നു വരികയുണ്ടായി. 1903 SNDP യോഗം സ്ഥാപിതമാകുന്നത്. 1905 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വന്നത്. ഇങ്ങനെ കീഴാള ജനവിഭാഗങ്ങളിൽ നിന്ന് സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെതായ സമ്മർദ്ദങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. 2 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി സജീവമായി. ഒന്ന്, സമുദായത്തിനകത്തുള്ള തെറ്റായ നവകേരള സാംസ്കാരിക യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന് തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. പുക്കാസ്രയുടെ ആഭിമുഖ്യത്തിലുള്ള നവകേരള സാംസ്കാരിക യാത്രയ്ക്ക് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക് വീണ്ടും. പ്രസ്ഥാനത്തിലും ദേശീയ പ്രസ്ഥാനത്തിലും സജീവമായ ഇടപെടൽ നടത്തിയവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇത്തരം മുദ്രാവാക്യങ്ങൾ കൂടി ഏറ്റെടുക്കുന്ന നില വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. 1924 അയിത്ത നിരോധനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള കർമ്മസമിതി TK മാധവൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് പ്രവർത്തിച്ചു വന്നു. ഈ കർമ്മസമിതിയാണ് വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള വഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും പ്രവേശനമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ അന്നത്തെ യാഥാസ്ഥിക വിഭാഗവും അന്നത്തെ ക്ഷേത്ര ഭാരവാഹികളും പറഞ്ഞിരുന്ന കാര്യം, ഈ അയിത്ത ജാതിക്കാർ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കണ്ട, പുറത്തുള്ള വഴിയിലൂടെ നടന്നു പോയാൽ തന്നെ അവിടെ അകത്തുള്ള ദൈവത്തിന് വലിയ തോതിൽ ക്ഷീണം സംഭവിക്കും. അദ്ദേഹം ദൈവത്തിന് അത് വലിയ പോറലായിട്ട് മാറും. അങ്ങോട്ട് പ്രവേശിക്കാനേ പാടില്ല, വഴിയിലൂടെ നടന്നാൽ തന്നെ അപകടം സംഭവിക്കുമെന്നാണ്. പിന്നെ ദൈവ ചൈതന്യം ചോർന്നു പോകുമെന്നൊരു വാദവും ആ കാലത്ത് ശക്തമായി ഉണ്ടായിരുന്നു. എന്നാൽ ചുറ്റുപാടുമുള്ള വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരം അത് രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സമരമാണ്. ഇതിൽ മഹാത്മാഗാന്ധിയുടെ ഇടപെടലുണ്ടായി. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള നവോത്ഥാന നായകരുടെ ഇടപെടലുണ്ടായി. അതേ ഘട്ടത്തിൽ തന്നെ ഇത്തരം പ്രക്ഷോഭത്തിൻ്റെ ഘട്ടത്തിൽ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള സവർണ ജാഥ അത് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവർണ വിഭാഗത്തിന് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി അന്നത്തെ നവോത്ഥാനത്തിൻ്റെ കാലത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന ജാഥ അതും പ്രത്യേകമായി കാണേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയും കാര്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ക്ഷേത്രത്തിനകത്ത് കയറി ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു സമരം. അതിന് നേതൃത്വം കൊടുത്ത കേളപ്പജി, കൂടെയുണ്ടായ AKG, അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം കൃഷ്ണപിള്ള അവിടെ മണിയടിച്ച കാര്യം, അപ്പോൾ കൃഷ്ണപിള്ളയുടെ പുറത്ത് ഒരു കൂട്ടടിച്ചത്, അപ്പോൾ ഉശിരുള്ള നായർ മണിയടിക്കുന്നു, മറ്റേ നായർ പുറത്തടിക്കുന്നു എന്ന് പറഞ്ഞ കൃഷ്ണപിള്ളയുടെ പ്രസിദ്ധമായ വാചകം, ഇതൊക്കെ വളരെ നമ്മുടെ ചരിത്രത്തിൽ അങ്ങേയറ്റം അടയാളപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ കടന്നു പോകുന്നില്ല. എന്നാൽ ഈ ഘട്ടത്തിൽ സാംസ്കാരിക രംഗത്ത് ശക്തമായൊരു ഇടപെടൽ നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ചണ്ടാല ഭിക്ഷുകി പോലുള്ള കൃതികളിലൂടെ കുമാരനാശാനെ പോലുള്ള കവികൾ ചെയ്ത കാര്യം. ഒരു മഹാപ്രസ്ഥാനമായി ജാതിവിരുദ്ധ ശ്രമങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ചെറുതും വലുതുമായുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നു. സവർണർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ അവർണർക്ക് പ്രവേശനം നൽകണമെന്ന് ആവശ്യപ്പെട്ടതിനാണ് മഹാകവി ഉള്ളൂരിന്
ബ്രാഹ്മണ സഭ ഭ്രഷ്ട് കൽപ്പിച്ചത്. അത്ര ശക്തമായിരുന്നു അക്കാലത്തെ ജാതീയത എന്നത് നാം ഓർക്കണം. അന്നത്തെ കാലത്ത് ചീഫ് സെക്രട്ടറിക്ക് സമാനമായ ഉദ്യോഗത്തിലിരുന്ന ആളായിരുന്നു ഉള്ളൂർ, മലയാളത്തിൻ്റെ മഹാകവി. അങ്ങനെയുള്ള ഉള്ളൂരിന് പോലും ഭ്രഷ്ട് നേരിടേണ്ടി വന്നു എന്നതാണ് നമ്മുടെ ചരിത്രം. ഇത്തരമൊരു ഘട്ടത്തിലെ നിരവധി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉൾപ്പെടെ ഉണ്ടാകുന്നത്. അപ്പോൾ നവോത്ഥാനമെന്നത് എല്ലാ വിഭാഗങ്ങളെയും സ്വാധീനിച്ച സമഗ്രമായ മുന്നേറ്റമായിരുന്നു. ജാതീയമായ അവശതകൾക്കെതിരെയുള്ള സമരങ്ങളിൽ നിന്ന് ആരംഭിച്ച് ജനജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒന്നായി നവോത്ഥാനം മാറുകയുണ്ടായി. സാഹിത്യത്തിലും സംസ്കാരത്തിലും പുതിയ അവബോധത്തിന് ഇത് അടിസ്ഥാനമിട്ടു. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ സമയം നവോത്ഥാനപരവും സാമ്രാജ്യത്വപരവുമായ മുദ്രാവാക്യങ്ങൾ തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചതോടെ പുതിയ തലങ്ങളിലേക്ക് വികസിക്കുകയുണ്ടായി. അത് ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനുമെതിരായ മുന്നേറ്റങ്ങളായി വളരുന്ന സ്ഥിതി വന്നു. കേരളത്തിൻ്റെ ഭൂബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഭൂപരിഷ്കരണത്തിലേക്ക് നമ്മുടെ നാട് എത്തിയത് ഈ വഴിയിലൂടെയാണ് എന്നതും നാം ഓർക്കണം. നമ്മുടെ നാട്ടിൽ ജനാധിപത്യപരമായ ഇന്നത്തെ കേരളം രൂപപ്പെടാനിടയായതും ഇതേ രീതിയിലാണ്. ഇപ്പോൾ നവോത്ഥാനപരമായ മുന്നേറ്റങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, എല്ലാ വിഭാഗത്തെയും സ്വാധീനിച്ചു എന്നതാണ് വസ്തുത. അതോടൊപ്പം തന്നെ ഇത് വിവിധ വിഭാഗങ്ങളിലുണ്ടായി. ഹൈന്ദവ വിഭാഗത്തിൽ മാത്രമല്ല, ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ മമ്പറം ഫസൽ പൂക്കോയ തങ്ങളെ പോലുള്ളവർ സമൂഹത്തിലുള്ള അനീതികളെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഐത്തത്തിനും മറ്റുമെതിരായ നിലപാടുകൾ എടുക്കുകയുണ്ടായി. താഴ്ന്ന വിഭാഗം എന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദുക്കളിൽ നിന്ന് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ഉണ്ടായപ്പോൾ അവർ പഴയ ആചാരങ്ങൾ തുടരണമെന്ന് ചിലർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ നിലപാട് അവർ സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മക്തി തങ്ങൾ, അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെയും മലയാള ഭാഷാ പഠനത്തിൻ്റെയും പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തി. വക്കം മൗലവി ആധുനിക ചിന്തകളെ മുന്നോട്ട് വെച്ചു. ഹലീമ ബീവിയെ പോലുള്ളവർ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി. ഇതുതന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലും കാണാൻ നമുക്ക് കഴിയും. അതിലേറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് മിഷണറിമാരുടെ പ്രവർത്തനം തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിലും ആധുനിക വിദ്യാഭ്യാസത്തിൽ വലിയ തോതിലുള്ള ഇടപെടൽ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇവിടെ നടക്കുന്നത്. ഐത്തത്തിനും മറ്റുമെതിരായുള്ള ചിന്ത ജനങ്ങളിൽ ഉയർത്തുന്നതിന് വിദ്യാഭ്യാസം വലിയ തോതിൽ വഴിവെച്ചു. അതോടൊപ്പം തന്നെ എബ്രഹാം മൽപ്പാനെ പോലുള്ളവരും ഈ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയുണ്ടായി. ഇത്തരത്തിൽ പരിശോധിച്ചാൽ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് നടന്ന ഒന്നായിരുന്നു നവോത്ഥാനം എന്ന് നാം കാണണം. എല്ലാ വിഭാഗത്തിലുമുള്ള ഉൽപ്പതിഷ്ണുക്കൾ അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതോടെയാണ് കലയിലും സാഹിത്യത്തിലുമെല്ലാം നവോത്ഥാന ചിന്ത തുറന്നു വന്ന കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സ്വാധീനം ചെലുത്തുന്ന നില, ഇത് കലയിലും സാഹിത്യത്തിലുമെല്ലാം വലിയ തോതിൽ ഉയർന്നു വരികയുണ്ടായി. തകഴിയും കേശവദേവും ബഷീറും പൊൻകുന്നം വർക്കിയും എല്ലാ സാഹിത്യ മേഖലയിലേക്ക് കടന്നു വന്നതോടെയാണ് ഈ പാവപ്പെട്ട അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിതം സാഹിത്യത്തിന് വിഷയമാകുന്നത്. തോട്ടിയുടെ മകനും ചാത്തൻ പുലിയനും പാത്തുമ്മയും എല്ലാം കഥാപാത്രങ്ങളായി വരുന്നത് അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല ചില പ്രത്യേക വിഭാഗത്തിൻ്റെ ഇടപെടൽ, പ്രത്യേക സംഘടനകളുടെ ഇടപെടൽ. ഇപ്പോൾ KPAC പോലുള്ള ഒരു നാടക സംഘം, അത് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്തുണ്ടാക്കിയ മാറ്റം വളരെ വലുതായിരുന്നു എന്ന് നമുക്കറിയാം. വടക്ക് KT മുഹമ്മദും നടുക്ക് PJ ആൻ്റണിയും തെക്ക് തോപ്പിൽ ബാസിയും ഒക്കെ
കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ നാടകങ്ങളിലൂടെ ഉണർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. കെ ദാമോദരൻ മുതൽ പൊൻകുന്നം വർക്കി വരെയുള്ളവരുടെ പേര് ഇവിടെ നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. വി ടി, പ്രേംജി, MRB ഇവരുടെ എല്ലാം സംഭാവനകൾ നാം ആവർത്തിച്ച് വിലയിരുത്താറുള്ളതുമാണ്. അഗ്നിസാക്ഷി പോലെയുള്ള ഒരു നോവലിലൂടെ ലളിതാംബിക അന്തർജനം അക്കാലത്ത് അകത്തളങ്ങളിൽ ദ്രവിച്ചു തീരുകയായിരുന്ന അന്തർജനങ്ങളുടെ കഥ പറഞ്ഞത് എത്രയോ ഹൃദയ ദ്രവീകരണ ക്ഷമതയോടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലത്ത് ഒരു കാലത്തുണ്ടായിരുന്ന കലാസമിതികൾ, വായനശാലകൾ, അതിൻ്റെ ഭാഗമായുള്ള നാടകങ്ങൾ, കലാരൂപങ്ങൾ, ഇതെല്ലാം ഒരു പുതിയ സാംസ്കാരിക ബോധത്തിന് നമ്മുടെ നാട്ടിൽ രൂപം നൽകുകയുണ്ടായി. തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും സ്ത്രീകളുടെ മുന്നേറ്റത്തിൻ്റെയും ഒക്കെ ചാലകശക്തിയായും നാടകങ്ങൾ പ്രവർത്തിച്ചു. അടുക്കളയിൽ നരകത്തേക്ക്, മറക്കുടയിലെ നരകം, തൊഴിൽ കേന്ദ്രത്തിലേക്ക് തുടങ്ങിയ നാടകങ്ങൾ സ്ത്രീ വിമോചനത്തിൻ്റെ ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്നതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തി മറക്കുട വലിച്ചെറിഞ്ഞ് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ആഹ്വാനത്തെ നാടകത്തിൻ്റെ പൊരുൾ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. ജന്മിത്വത്തിനെതിരായ തൊഴിലാളി പോരാട്ടത്തിന് കരുത്തു പകർന്ന കെ ദാമോദരൻ്റെ പാട്ടബാക്കിയിൽ AKGയും കെ ദാമോദരനുമെല്ലാം അഭിനേതാക്കളായി തന്നെ പ്രത്യക്ഷപ്പെട്ടതെല്ലാം ചരിത്രമാണ്. KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ തിളങ്ങുന്ന അധ്യായമാണ്. നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷതയുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിന് മുൻപിൽ നിൽക്കുന്നതാണ് നമ്മുടെ പൊതുമണ്ഡലങ്ങൾ. പണ്ട് ക്ഷേത്ര ഉത്സവങ്ങൾ പോലും വിമോചന മൂല്യങ്ങളുടെ ഇത്തരം കഥ പറയുന്ന കേന്ദ്രങ്ങളായിരുന്നു. സാംബശിവൻ്റെയൊക്കെ കഥാപ്രസംഗങ്ങൾ അവിടെ വലിയ തോതിൽ ഉയർന്നു വന്നതായിരുന്നു. എന്നാൽ അത്തരം മണ്ഡലങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ വലിയ തോതിലാണ് നടന്നു വരുന്നത്. ഈ ഘട്ടത്തിൽ സാംസ്കാരിക മുന്നേറ്റങ്ങളും അതിൻ്റെ കലാരൂപങ്ങളും ചിന്തകളും വർഗീയ ധ്രുവീകരണങ്ങൾക്കെതിരായി നിൽക്കുന്നുവെന്ന് ഇരുട്ടിൻ്റെ ശക്തികൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് ഗോവിന്ദ് പൻസാരെയും ദാബോൽക്കറെയും ഗൗരി ലങ്കേഷിനെയും അങ്ങനെയുള്ളവരെയെല്ലാം കൊലപ്പെടുത്തുന്ന നില വന്നു ചേർന്നത്. ഇത്തരം രീതികളെ ഇല്ലാതാക്കാനുള്ള ഫാസിസ്റ്റ് അജണ്ടയുടെ ഭാഗമായുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായത് നാം ഓർക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നത് ഗൗരവത്തോടെ നാം കാണണം. സംഘപരിവാറിൻ്റെ ഭീഷണി പലർക്കുമെതിരെ ഉയർന്നു വരുന്നു. MM ബഷീർ മുതൽ MT വരെയുള്ളവർ ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിട്ടവർ ആണ് എന്നത് നാം മറക്കരുത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. നമ്മുടെ ചരിത്രം എങ്ങനെ വളർന്നുവെന്നും നവോത്ഥാനം എങ്ങനെ രൂപപ്പെട്ടുവെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആധുനിക സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ നാടിൻ്റെ പാരമ്പര്യങ്ങളിൽ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന കലാ സാംസ്കാരിക ധാരകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താനുള്ള ഇടപെടൽ ഉണ്ടാവണം. നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തെ പുതുതലമുറക്കും നാടിനെക്കുറിച്ച് പഠിക്കാൻ വരുന്നവർക്കും ഉൾക്കൊള്ളുന്ന വിധം നവോത്ഥാന മ്യൂസിയം സർക്കാർ സ്ഥാപിക്കാൻ നിശ്ചയിച്ചത് നിങ്ങളേവരും അറിഞ്ഞിരിക്കും. നവോത്ഥാന മുന്നേറ്റങ്ങളെ അന്ന് എതിർത്തവർ ഇന്ന് ചരിത്രത്തിൽ എവിടെയുമില്ല. അന്ന് നവോത്ഥാന മുന്നേറ്റവുമായി അതിന് നേതൃത്വം കൊടുത്തവരാണ് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇത് നാം ഓർക്കേണ്ടതാണ്. ഇന്ന് ഒരു പ്രധാന ദിവസമാണ്. ഇന്നലെ നമ്മളൊരു വാർത്ത കണ്ടു. അത് മെനയാന്ന് മഹാത്മാഗാന്ധിയെ രാജ്യം മുഴുവൻ സ്മരിക്കുന്ന ദിവസം ഗാന്ധിജിയുടെ ചിത്രത്തിൽ നിറയൊഴിച്ചുകൊണ്ട് ഒരു ഹിന്ദു മഹാസഭയുടെ ദേശീയ നേതാവെന്ന് പറയുന്നവർ ആർത്തട്ടഹസിക്കുന്നത്. അതിൽ ഗോഡ്സെയെ മഹാത്മാവായി വാഴ്ത്തുന്നു. ഗാന്ധിജി വെടിവെച്ച് കൊല്ലപ്പെടേണ്ടവനാണ് എന്ന്
ചിത്രീകരിക്കുന്നു. ഇത്തരത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പുതിയ ഗാന്ധി വധം എത്രമാത്രം നമ്മുടെ രാജ്യം അപകടത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് കാണിക്കുന്നത്. മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ഗാന്ധിജിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി എന്നത് നാം തിരിച്ചറിയണം. പുരോഗമന കലാസാഹിത്യ സംഘം കാലഘട്ടത്തിൻ്റെ ആവശ്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നവകേരള സാംസ്കാരിക യാത്ര നടത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് നിന്നും തൃശ്ശൂരിലേക്ക് നടത്തുന്ന ഈ ജാഥകൾ കേരളീയ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഉയർത്തുന്നതിൽ ചരിത്രപരമായ പങ്കുവഹിക്കും. പ്രകൃതി, ലിംഗനീതി, മതനിരപേക്ഷത എന്നീ മുദ്രാവാക്യങ്ങൾ സാമൂഹ്യ സമത്വത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഈ ജാഥ വർഗീയ ഭീകരതയ്ക്കെതിരെ മതേതര ജനാധിപത്യ യശസ് ഉയർത്തിപ്പിടിക്കുന്നതാവും എന്ന കാര്യത്തിൽ സംശയമേയില്ല. കേരളത്തിൻ്റെ ശ്രദ്ധേയമായ സാഹിത്യ സാംസ്കാരിക നായകർ ഈ ജാഥയിൽ നേതൃത്വം കൊടുക്കുന്നവർ മാത്രമല്ല, ആകെ എല്ലാ നായകരും ഈ ജാഥയുടെ ഭാഗമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ സാഹിത്യ സാംസ്കാരിക നായകരുടെ പങ്കാളിത്തം ഇതിലെല്ലാം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നവോത്ഥാനത്തിൻ്റെ കാവലാളായി പുതിയ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ജാഥയ്ക്ക് കഴിയട്ടെ. ഷാജി എൻ കരുണിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. മുക്കാസ്ട്രോയുടെ ആഭിമുഖ്യത്തിലുള്ള നവകേരള സാംസ്കാരിക യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇതുവരെ കണ്ടത്. ഇനിയൊരു ഇടവേള.